എന്റെ മാതാപിതാക്കളോട് അവരുടെ മരണാനന്തരം ഞാൻ അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന നന്മകളിൽ എന്ന് വല്ലതും ബാക്കിയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അസ്സലാത്തു അലൈഹിമാ വൽ ഇസ്തിഗ്ഫാറു ലഹുമാ വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ വസ്സിലത്തു റഹ്മില്ലത്തി ലാ തൂസലു ഇല്ലാ ബിഹിമാ വഇക്റാമു സദീഖിഹിമാ. 5 കാര്യങ്ങൾ ഇവിടെ റസൂലുള്ളാഹി പറയുകയാണ്. എന്താ? ഒന്ന്, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അസ്സലാത്തു അലൈഹിമാ, നീ അവർക്ക് രണ്ടാൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ അവർക്ക് വേണ്ടി നീ നിസ്കരിക്കണം എന്നതല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ സ്വലാത്ത് എന്ന പ്രയോഗം പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിനോട് അല്ലാഹു പറഞ്ഞല്ലോ, നീ പണക്കാരിൽ നിന്ന് സ്വതക്ക സ്വീകരിക്കണം. അങ്ങനെ സ്വതക്ക സ്വീകരിച്ചു കഴിഞ്ഞാൽ വസല്ലി അലൈഹിം, നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ റസൂലുള്ളാഹിയുടെ അടുക്കൽ സഹാബത്ത് സ്വതക്ക കൊണ്ടുവരുമ്പോ ആ സ്വതക്ക കൊണ്ടുവന്ന വ്യക്തിക്ക് വേണ്ടി നബി പ്രാർത്ഥിച്ച രൂപം ഹദീസിൽ കാണാം. അല്ലാഹുമ്മ സല്ലി അലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ സല്ലി അലാ ഫുലാൻ എന്ന നിലക്ക് പ്രവാചകൻ ഇങ്ങനെ അദ്ദേഹത്തിന് ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ നമുക്കും വേണമെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ അബവയ്യ, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ ഉമ്മി, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ അബി എന്നിങ്ങനെ അവരുടെ ഗുണത്തിന് വേണ്ടി പ്രത്യേകം ആ പദത്തിലൂടെ തന്നെ പറയാം. അതാണ് അസ്സലാത്തു അലൈഹിമാ. അതല്ലെങ്കിൽ അവർക്ക് സ്വർഗം നൽകാൻ, നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ പൊതുവായ പ്രാർത്ഥനകൾ. രണ്ടാമതായി വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് രണ്ടാൾക്കും വേണ്ടി നീ പാപമോചനത്തിന് പ്രത്യേകം തേടണം. പാപം പൊറുക്കാൻ വേണ്ടി പ്രത്യേകം തേടുക. റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ, എനിക്ക് പുറത്തു തരണേ, എന്റെ മാതാപിതാക്കൾക്കും പൊറുക്കണേ എന്നിങ്ങനെ ഉമ്മയുടെയും ഉപ്പയുടെയും പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒരാൾ മരിച്ചാലും മുറിഞ്ഞു പോകാത്ത കാര്യങ്ങൾ എണ്ണിയപ്പോ വലദുൻ സ്വാലിഹുൻ യദൂലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു സന്താനം അതുണ്ടാകൽ എത്ര ഭാഗ്യമാണ്. അങ്ങനെ അവരുടെ പ്രാർത്ഥന ആ മക്കളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മൂന്നാമത് റസൂലുള്ളാഹി പറയുന്നത് വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, ഈ പ്രാർത്ഥന നമുക്ക് ഏതവസരത്തിലും നിർവഹിക്കാവുന്നതാണ്. മരണപ്പെട്ടു പോയ അവരുടെ ഖബറിന്റെ സമീപത്ത് ചെല്ലാൻ കഴിഞ്ഞാൽ അങ്ങനെ ചെന്നുകൊണ്ട് അവിടെ വെച്ചും ദുആ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നാം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. മൂന്നാമതായി പ്രവാചകൻ പറയുന്നത് വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, അവരുടെ കരാറുകളെയും വസിയത്തുകളെയും അവർക്ക് ശേഷം നമ്മൾ നടപ്പിലാക്കണം. മാതാപിതാക്കൾ ജീവിതകാലത്ത് നൽകിയ വസിയത്തുകളെ അവരുടെ മരണാനന്തരം നമ്മളത് കാത്തു സൂക്ഷിക്കണം. അവിടെയും ഉണ്ട് ചില നിയമങ്ങൾ. ഹറാമായൊരു കാര്യത്തിനാണ് വസിയത്തെങ്കിലോ അത് പാടില്ല. പാപ്പ പറഞ്ഞു മോനോട്, ഞാൻ മരിച്ചാൽ എന്റെ ഖബർ നല്ല ഉയരത്തിൽ കെട്ടിപ്പടുക്കണം, നന്നായി വെള്ളപൂശണം, വലിയൊരു തുണി കൊണ്ട് മൂടണം, നല്ലൊരു നിലവിളക്കം കത്തിച്ചു വെക്കണം, ഒരു കൊടിയും തൂക്കണം എന്ന് പറഞ്ഞെങ്കിലോ ആ വസിയത്ത് നിറവേറ്റണോ? പാടില്ല, ഒരിക്കലും പാടില്ല, ഒരു കാരണവശാലും പാടില്ല. അപ്പോ ഇസ്ലാം അനുവദിക്കപ്പെട്ട ഒരു സംഗതി മാത്രമേ വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കേണ്ടതുള്ളൂ. അപ്പോ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമികമായ കാര്യങ്ങളിൽ ഹറാമല്ലാത്ത നിഷിദ്ധമല്ലാത്ത ഏത് കാര്യങ്ങളും അവർ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്. നാലാമതായി പ്രവാചകൻ പറയുന്നത് വസിലത്തുർ റഹിമില്ലത്തി ലാ തൂസലു ഇല്ലാ ബിഹിമാ, ഉമ്മയിലൂടെയും ഉപ്പയിലൂടെയും അല്ലാതെ നിലനിൽക്കാത്ത എന്ന് പറഞ്ഞാൽ ഉമ്മയിലൂടെയും ഉപ്പയിലൂടെയും മാത്രം നിലനിന്നിരുന്ന ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങൾ. ഉമ്മയുടേതായ വഴിക്ക് കുറെ ബന്ധങ്ങളുണ്ടാകും, ഉമ്മായുടെ കുടുംബങ്ങൾ. ഉപ്പയുടേതായ വഴിക്ക് കുറെ ബന്ധങ്ങളുണ്ടാകും, ഉപ്പയുടെ കുടുംബങ്ങൾ. ഇതൊന്നും ഉമ്മാടി ഉപ്പാടി മരണശേഷം പിന്നെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഉപ്പിയുമ്മയും മരിച്ചില്ല, ഇനി അവരെ കുടുംബങ്ങളെയൊന്നും നോക്കേണ്ടതില്ല, അവരെയൊന്നും സന്ദർശിക്കേണ്ടതില്ല, അവരുമായൊന്നും ബന്ധപ്പെടേണ്ടതില്ല, അവരും ഞാനുമൊന്നും ഇനി ലോകപ്പെടേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. അവരുള്ളപ്പോൾ നിലനിർത്തിയിരുന്ന ആ രക്തബന്ധങ്ങൾ അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അഞ്ചാമത് റസൂലുള്ളാഹി പറയുന്നത് നോക്കൂ, രക്തബന്ധം മാത്രം നിലനിർത്തിയാൽ പോരാ, വഇക്റാമു സദീഖിഹിമാ, അവരുടെ രണ്ടാളുടെയും ചങ്ങാതിമാരെ പോലും നീ ഇക്റാമാക്കണം. മാതാപിതാക്കളുടെ ജീവിതകാലത്ത് അവർക്കുണ്ടായിരുന്ന കൂട്ടുകാരെ നീ ആദരിക്കണം, ബഹുമാനിക്കണം. ബാപ്പക്കുണ്ടായിരുന്ന കുറെ കൂട്ടുകാരുണ്ടാകും, ഉമ്മക്കുണ്ടായിരുന്ന കുറെ കൂട്ടുകാരികളുണ്ടാകും. അവരുടെയൊക്കെ മരണശേഷം നീ അവരെ ആദരിക്കേണ്ടതുണ്ട്. ബാപ്പന്റെ സ്ഥാനത്ത് കാണുക അവരെ. എങ്ങനെ?
ഇവർക്കെന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെ ബാപ്പക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു നന്മ പോലെ അതിന്റെ പ്രതിഫലം കിട്ടും. ഉമ്മയുടെ കൂട്ടുകാരിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായം നൽകുക, അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം സാമ്പത്തികമായോ ഏതെങ്കിലും നിലയ്ക്ക് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതെന്താണ്? നമ്മുടെ ഉമ്മയോട് ചെയ്യുന്ന നന്മയുടെ പ്രതിഫലമാണ് നമുക്ക് എഴുതപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, ബാപ്പയുടെ സ്നേഹിതനായിക്കൊള്ളണമെന്നില്ല, ബാപ്പാന്റെ സ്നേഹിതന്റെ മകനായാലും ബഹുമാനിക്കണം എന്ന്. ബാപ്പന്റെ സ്നേഹിതനും കൂടി ആവണ്ട, സ്നേഹിതന്റെ മകനെ കണ്ടാലും ആദരിക്കണം എന്ന്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള, അദ്ദേഹം ഒരു യാത്രയിലാണ്. ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം എതിർവശത്ത് നിന്ന് ഒരു അയറാബി കടന്നു വരുന്നത് കാണുന്നു. ആ ഹദീസ് നമുക്ക് വളരെ കൃത്യമായി സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത്, അദ്ദേഹത്തിന്റെ വാഹനം വന്നൊരു കഴുതയാണ്. ഇന്നിപ്പോ കാറൊക്കെ ഉണ്ടല്ലോ, അന്ന് കഴുതപ്പുറത്ത്, ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊക്കെയാണ് യാത്ര. അപ്പൊ ഈ കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എതിർവശത്ത് നിന്ന് ഒരു ഗ്രാമീണനായ മനുഷ്യൻ, ഒരു കാട്ടറവി, കണ്ടാൽ 5 പൈസക്ക് വകല്ലാത്ത ഒരാള് ഇത് കടന്നു വരികയാണ്. ഇത് കണ്ടപ്പോൾ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് സലാം ചൊല്ലുന്നു. സലാം ചൊല്ലി എന്ന് മാത്രമല്ല, അദ്ദേഹം തന്റെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഈ ഗ്രാമീണനെ വാഹനത്തിൽ കയറ്റിയിരുത്തി. നല്ല വെയിലുള്ള സമയമാണ്. അദ്ദേഹത്തിന്റെ തലയിലെ തട്ടമെടുത്തുകൊണ്ട് ഈ അറാബിയുടെ തലയിലേക്ക് അങ്ങ് ധരിപ്പിച്ചു കൊടുക്കുന്നു. ഈ രംഗം കാണുകയാണ് കൂടെയുള്ള ആളുകൾ. അവർ ചോദിച്ചു, അബ്ദുള്ള അസ്ലഹക്കല്ലാ ഇന്നഹുമുൽ അഅറാബ് വഹും യർദൗന ബിൽ യസീർ. ഓ അബ്ദുള്ള, ഇവര് ഗ്രാമീണരായ ഈ കാട്ടറബികൾ, അവർ ചില്ലറ കൊടുത്താൽ തന്നെ തൃപ്തിപ്പെടുമല്ലോ, നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ ഇവരെ ഇക്രാമാക്കുന്നത്? ഈ അറാബിക്ക് ഇതൊക്കെ കൂടി കൊടുത്തു കണ്ടപ്പോ എന്താണ്, അദ്ദേഹം ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഇദ്ദേഹത്തെ വെയിലത്തെ അയിമ കയറ്റി ഇരുത്തുക, കട്ട അദ്ദേഹത്തിന് പുറപ്പിച്ചു കൊടുക്കുക, വെയിൽ കൊള്ളാതെ ആ തന്റെ തലപ്പാവഴിച്ച് അവർ ധരിപ്പിക്കുക. ഇതൊക്കെ കണ്ടപ്പോ ആൾക്കാർക്ക് അത്ഭുതം. എന്താ ഈ അറാബികളായ മനുഷ്യന്മാരൊക്കെ ചില്ലറ കൊടുത്താൽ തന്നെ തൃപ്തിപ്പെടുമല്ലോ, നിങ്ങളെന്താ ഇദ്ദേഹത്തെ ഇങ്ങനെ ബഹുമാനിക്കാൻ കാരണം എന്ന് ഉമർ ഖത്താബിന്റെ മോനായ അബ്ദുള്ളയോട് കൂടി നിന്നവർ ചോദിക്കുമ്പോ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കറിയാമോ, ഈ മനുഷ്യനൊരു കേവലം യാചകനെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഒരു കേവലം ഒരു മനുഷ്യനെന്ന് വിചാരിക്കരുത്. ഇന്ന അബാഹാദാ കാന വുദ്ദൻ ലിഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം